ലോകത്തെ വൻ ശക്തികൾ തമ്മിലടിക്കുമ്പോൾ സമാധാനത്തിന്റെ വഴി തെളിക്കാൻ ഇന്ത്യ തന്നെ ഇറങ്ങേണ്ടി വരുമോ? ഗൾഫിൽ യുദ്ധം കനക്കുമ്പോൾ ലോകരാജ്യങ്ങളുടെ നോട്ടം ഇപ്പോൾ ന്യൂഡൽഹിയിലേക്കാണ്. അമേരിക്കയും ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പോരാട്ടം കൊടുമ്പിരി കൊള്ളുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ. സൗദിയുടെ ഈ പുതിയ നയതന്ത്ര നീക്കം യുദ്ധം അവസാനിപ്പിക്കാനാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ എങ്ങും ഉയരുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യങ്ങൾക്കിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൗദി പ്രധാനമന്ത്രി കൂടിയായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാനും തമ്മിൽ നിർണായക ടെലിഫോൺ സംഭാഷണം നടത്തിയത്. കടൽ മാർഗമുള്ള ചരക്ക് നീക്കത്തിന്റെ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനെ കുറിച്ചും സുരക്ഷിതമായ കപ്പൽ പാതകൾ നിലനിർത്തുന്നതിനെ കുറിച്ചും ഇരു നേതാക്കളും വിശദമായി ചർച്ച ചെയ്തു. മേഖലയിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിക്കുകയും ചെയ്തു. സംഘർഷങ്ങൾക്കിടയിലും ചരക്ക് കപ്പലുകൾക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഇരു രാജ്യങ്ങളും അംഗീകരിച്ചു. സൗദിയിലെ വലിയ ഇന്ത്യൻ സമൂഹത്തിന് നൽകുന്ന പിന്തുണയ്ക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിക്കുകയും ചെയ്തു. ഈ സൗദി കോളിന് തൊട്ടു മുമ്പ് കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രധാനമന്ത്രി മോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചതിന് ശേഷമുള്ള ഇരു നേതാക്കളുടെയും ആദ്യ സംഭാഷണമായിരുന്നു ഇത്. ലോകത്തെ പ്രധാന എണ്ണപ്പാതയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്ക് തുറന്നിടേണ്ടതിന്റെ പ്രാധാന്യമായിരുന്നു ട്രംപുമായുള്ള ചർച്ചയിലെ പ്രധാന വിഷയം. അമേരിക്കൻ ഇസ്രയേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള യുദ്ധം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായും സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഇവിടെയാണ് ഇന്ത്യയുടെ നയതന്ത്ര വിജയം വ്യക്തമാകുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 5 സൗഹൃദ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഹോർമൂസിലൂടെ സുരക്ഷിതമായി കടന്നു പോകാമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഔദ്യോഗികമായി വ്യക്തമാക്കി. ഇന്ത്യ, ചൈന, റഷ്യ, ഇറാഖ്, പാകിസ്ഥാൻ എന്നിവയാണ് ആ രാജ്യങ്ങൾ. അതേസമയം ശത്രു രാജ്യങ്ങളുമായി ബന്ധമുള്ള കപ്പലുകളെ തടയുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാന്റെ ഈ പച്ചക്കൊടി ലഭിച്ചതിന് പിന്നാലെ ഇന്ത്യയിലേക്കുള്ള 2 വാതക കപ്പലുകളായിട്ടുള്ള BW എൽമും BW ടയറും സുരക്ഷിതമായി ഹോർമൂസ് കടന്നുവെന്ന കപ്പലുകളുടെ ട്രാക്കിംഗ് വിവരങ്ങൾ വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ ലോകം മുഴുവൻ ഊർജ്ജ പ്രതിസന്ധിയെ ഭയക്കുമ്പോൾ ഇന്ത്യ തികഞ്ഞ സുരക്ഷിതത്വത്തിലാണ്. ഒരു വശത്ത് അമേരിക്കയുമായും സൗദിയുമായും സജീവമായി ചർച്ചകൾ നയിക്കുമ്പോഴും മറുഭാഗത്ത് ഇറാന്റെ സൗഹൃദ പട്ടികയിൽ ഇടം പിടിക്കാനും ഇന്ത്യക്ക് കഴിയുന്നുണ്ട്. ലോകത്തെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഈ യുദ്ധമുഖത്ത് സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം സമാധാനത്തിനായുള്ള ഒരു നിർണായക ശബ്ദമായി കൂടി ഇന്ത്യയുടെ സർക്കാർ മാറുകയാണ്. ന്യൂസ് ഡെസ്ക്.